ഹായ്, എല്ലാവർക്കും ബിജുമോൾസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം. അത് ഇരുമ്പും പുളി അല്ലെങ്കിൽ ചെമ്മീൻ പുളി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു അച്ചാർ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് പറയാം. ഇത് വേണമെങ്കിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് പുളി എടുത്തിട്ട് മുളക് പൊടി, ഉപ്പ് നല്ലപോലെ തേച്ച് ഒരു 3-4 മണിക്കൂറായി തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഉലുവ, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ശകലം കൂടെ വേണം, മഞ്ഞൾപ്പൊടി, കടുക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരി, പിന്നെ നല്ലെണ്ണ, ഇത്രയാണ്. പിന്നെ കായപ്പൊടിയും വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇടാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരി ഇടാം. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കാന്താരി, വെളുത്തുള്ളി, കടുക്, കറിവേപ്പില ഇതെല്ലാം ഒന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ശകലം മുളക് പൊടിയൊക്കെ ഇടാം. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂണോട് മുളക് പൊടി ഇട്ടൊന്ന്. പിന്നെ നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി. ഉലുവ ഒത്തിരി ആയ കയറ്റും. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഈ പുളി ഇതിനകത്തോട്ട് തീ ഇപ്പോഴേ കത്തിക്കണ്ട. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കത്തിച്ചാൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടെ ഇടാം. നമ്മൾ തീ കത്തിച്ച് പൊടിയെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ട് ഇനി കരിഞ്ഞു പോകത്തില്ല. അതാണ് തീ കത്തിച്ച് നല്ലപോലെ ഒന്ന് വട്ടി. എണ്ണയൊക്കെ ഉണ്ട്, എണ്ണയൊക്കെ നല്ലപോലെ ഉണ്ട്. ഇതിനകത്ത് നമ്മളൊരു വിനാഗിരി ഒഴിക്കത്തില്ല. പുളിയല്ലേ, വിനാഗിരി ഒഴിക്കത്തില്ല. ഇത് നമ്മൾ വെച്ചേക്കാനും അല്ലല്ലോ. പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരെ കുറച്ചല്ലേ ഉള്ളൂ. കൂടുതലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി. എന്നാലും പുളി ആരും അങ്ങനെ ആരും ഒഴിക്കാറല്ലോ. വിനാഗിരിയൊക്കെ ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇതിന് പെട്ടെന്ന് കുറച്ചേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ അത് നമുക്ക് തിളപ്പിച്ചാർച്ച വെള്ളമോ എന്തുവായാലും ഒഴിക്കും. പച്ചവെള്ളമോ ഏതാണ്. ഇതിപ്പം ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുന്നത്. തിളപ്പിച്ചാർച്ചല്ല, കുറച്ച് പച്ചവെള്ളം. ആ പാത്രത്തിൽ ആ മുളകിൻ്റെ ഇതൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ കഴുകി ഒഴിച്ചു. തിളപ്പിച്ചാർച്ച വെള്ളമോ പച്ചവെള്ളം ഏതായാലും മതി. അപ്പോൾ ഞാൻ പച്ചവെള്ളം ഒഴിച്ചത്. ഇതിനെ ഒന്ന് തിളച്ച് പറ്റിയാൽ മതി. നമുക്ക് ലാസ്റ്റിൽ കുറച്ച് കായം കൂടെ ഇടാം. അളവൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കായപ്പൊടിയൊക്കെ ഇട്ട് അടിപൊളി സ്വാദ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ഇരുമ്പം പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നല്ല മണവും നല്ല കളറും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ.